ഇതൊരു ഐറ്റലിൻ്റെ മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ സംഭവം ഡെഡാണ്. അപ്പോൾ ഇത് പവർ സപ്ലൈ കൊടുത്ത് നോക്കിയപ്പോഴും ജസ്റ്റ് ആമ്പർ എടുത്തിട്ട് ഇറങ്ങിപ്പോകുന്നതേ ഉള്ളൂ, സെറ്റ് ഓൺ ആവുന്നില്ല. അപ്പോൾ നമുക്കിതിൻ്റെ കംപ്ലൈൻറ്റ് ഏകദേശം CPU ആണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഈ മോഡലിലൊക്കെ ആകെ ഒറ്റൊരു IC വരത്തുള്ളൂ. അപ്പോൾ അതിനെ ആ കംപ്ലൈൻറ്റ് വരത്തില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ IC ഒന്ന് റീബോൾ ചെയ്തിട്ട് നോക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു സ്വിച്ചിൻ്റെ ആ ഒരു പാഡ് ഇതിന് റിമൂവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഉരുകി പോകുന്നുണ്ട്. നേരെ നമ്മൾ ഈ ഒരു ഇതിനകത്തോട്ടാണ് IC വരുന്നത്. അപ്പോൾ ഈ ഒരു ഷീൽഡ് നമുക്ക് പൊക്കാം. ഷീൽഡ് നമ്മൾ റിമൂവ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ IC ഒരു 350 ഹീറ്റൊക്കെ ഇട്ടിട്ട് സേഫായിട്ട് റിമൂവ് ചെയ്തെടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ IC റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ IC നമുക്കൊന്ന് റീബോൾ ചെയ്തിട്ട് റീഫിക്സ് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ IC ഫുള്ള് റീബോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ബോർഡിലോട്ട് ഇത് റീഫിക്സ് ചെയ്തിട്ട് ഫോണിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഈ ആൻഡ്രോയിഡ് ഫോണിലെ മദർ ബോർഡിൽ IC ഒക്കെ റിമൂവ് ചെയ്യാൻ പേടിയുള്ളവർ ഇതേപോലെ കീപാഡ് ഫോണിൻ്റെയൊക്കെ പ്രൊസസ്സറൊക്കെ റീബോൾ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ഒരു കോൺഫിഡൻസ് കിട്ടും ആൻഡ്രോയിഡ് ഫോൺ ചെയ്യാൻ. അപ്പോൾ അങ്ങനെയൊക്കെ പേടിയുള്ളവർ ഇതേപോലെയൊക്കെ ഒന്ന് റീബോൾ ചെയ്തിട്ട് നോക്കുക. ഹൃദയം തരണേ, കൂട്ടുകൂടണേ.